തലപ്പാടി ചെങ്കള ദേശീയപാത പ്രവൃത്തി അന്തിമഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ അശാസ്ത്രീയ നിർമ്മാണത്തിന്റെ ബാക്കിയാണ് നമ്മൾ ഈ കാണുന്നത്. കുമ്പള ഷെറിയ പാലങ്ങൾക്ക് സമീപം പടിഞ്ഞാറ് ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാത്തതാണ് വലിയ തോതിൽ ആശങ്ക സൃഷ്ടിക്കുന്നത്. ഗോപാലകൃഷ്ണ ക്ഷേത്രത്തിന് സമീപം കുമ്പള പാലം വരെയും ആരിക്കാടി തങ്ങള് വീടിന് സമീപം തൊട്ട് ഒളയം ബസ് സ്റ്റോപ്പ് വരെയും സംരക്ഷണ ഭിത്തി നിർമ്മിക്കാതെയാണ് ദേശീയപാത തുറന്നത്. പ്രവൃത്തിയുടെ ആദ്യഘട്ടത്തിൽ എല്ലായിടത്തും സംരക്ഷണ ഭിത്തി നിർമ്മാണം പൂർത്തീകരിച്ചതിനു ശേഷമായിരുന്നു റോഡ് നിർമ്മാണം. ഏറെ ഭീഷണി നിലനിൽക്കുന്ന ഇവിടെ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാതെ റോഡ് തുറന്നത് ചീറിപ്പാഞ്ഞു വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ ഇടയാക്കുമെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടങ്ങളിൽ റോഡിനോട് ചേർന്ന് ടാർ വീപ്പകൾ അടുക്കി വെച്ചാണ് താൽക്കാലിക മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. അപകടത്തിൽപ്പെട്ടാൽ 10 അടിയോളം താഴ്ചയിലേക്കായിരിക്കും വാഹനങ്ങൾ ചെന്ന് പതിക്കുക. കഴിഞ്ഞയാഴ്ചയുണ്ടായ വേനൽ മഴയിൽ റോഡിനോട് ചേർന്നുള്ള ഭാഗം വരെ മണ്ണ് കുത്തിയൊലിച്ച നിലയിലാണ്. റോഡിന്റെ സുരക്ഷയ്ക്ക് ഇത് ഭീഷണി സൃഷ്ടിക്കുമോ എന്ന ആശങ്കയുമുണ്ട്. ഈ ഭാഗങ്ങളിൽ എത്രയും വേഗം സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് വാഹനയാത്രക്കാർക്ക് സുരക്ഷയൊരുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ധൃതി പിടിച്ച് ദേശീയപാത പ്രവൃത്തി പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾക്കിടെ ഇത്തരം അശാസ്ത്രീയ നിർമ്മാണത്തിൽ കരാർ കമ്പനി അധികൃതർക്കെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത്. അതിനിടെ ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തിയായതോടെ കുമ്പള നഗരത്തിലേക്ക് വാഹനങ്ങൾ എങ്ങനെ പ്രവേശിക്കുമെന്ന് കരാർ കമ്പനി അധികൃതരും ദേശീയപാത അതോറിറ്റിയും തലപുകഞ്ഞ് ആലോചിക്കുകയാണ്. വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ഓടുന്നത് ഭീതിയോടെ നോക്കി നിൽക്കുകയാണ് നാട്ടുകാർ. ഇവിടെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് അധികൃതർ. സിഗ്നൽ സംവിധാനം ഒരുക്കുകയോ കിഴക്ക് ഭാഗത്തെ സർവീസ് റോഡ് വീതി കൂട്ടുകയോ ചെയ്താൽ മാത്രമേ പ്രശ്നത്തിന് പരിഹാരം കാണുകയുള്ളൂ. ഈ ആവശ്യം ഉന്നയിച്ച് കുമ്പള പഞ്ചായത്ത് പ്രസിഡന്റ് UP താഹിറ യൂസുഫ് ULCC അധികൃതർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് റൈറ്റ് മീഡിയ.